रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसान्तकं। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलं। सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेषु रविस्वरूपं प्रणौमि तुञ्जत्तेळुमार्यपादं। सीतालक्ष्मणभरतशत्रुघ्नहनुमल समेत श्रीरामचन्द्रस्वामिने नमः। ശ്രീരാമസ്വാമിയുടെ നിർദ്ദേശപ്രകാരം സീതാദേവി ഹനുമാന് തത്വോപദേശം നൽകുന്ന ഭാഗമാണ്. ശ്രീരാമദേവനേവം അരുളിച്ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളിച്ചെയ്തു ദേവി, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. ശ്രീരാമപാദഭക്ത പ്രവരാ കേട്ടാലും നീ, സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞു കൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദ് ആനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. ഇത് സീതാദേവി ഹനുമാന് ശ്രീരാമസ്വാമിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. ശ്രീരാമദേവൻ ഇങ്ങനെ അരുളി ചെയ്ത ശേഷം ഹനുമാൻ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള ഒരാളാണ്, ബ്രഹ്മോപദേശം തന്നെ കൊടുക്കാൻ പറ്റിയ ആളാണ് എന്ന് ഭഗവാൻ ദേവിയോട് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ ദേവി മാരുതി തന്നെ വിളിച്ചരുളിച്ചത്. മാരുതി എന്ന് പറഞ്ഞാൽ ഹനുമാന് മരുത്ത് പറഞ്ഞാൽ കാറ്റിൻ്റെ മകൻ മാരുതി. ഹനുമാനെ വിളിച്ച് ദേവി പറഞ്ഞു, അരുളി ചെയ്തു ദേവി എന്താ പറഞ്ഞത്? ആദ്യം ഹനുമാനൊന്ന് പ്രശംസിച്ചു. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. വീരന്മാർ ചൂടും മകുടത്തിൻ നായകൽ എന്ന് പറഞ്ഞാല് വീരന്മാരിൽ വെച്ച് വീരൻ ആയിട്ടുള്ളവൻ. ശ്രീരാമപാദഭക്ത പ്രവര കേട്ടാലും നീ. ശ്രീരാമന്റെ പാദത്തിൽ ഭക്തിയുള്ളവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠ പ്രവരനായിട്ടുള്ളവനാണ് നീ കേട്ടാലും നീ കേൾക്കൂ. എന്താ കേൾക്കേണ്ടത്? ആ ഭഗവാനെ കുറിച്ച് കേൾക്കണം. സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം. ഈ ഭഗവാനാണ് സച്ചിദാനന്ദനാണ്. സത്ത് ചിത്ത് ആനന്ദം. സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ, എന്നുമുണ്ട് എന്നുള്ള അവസ്ഥ. കാലത്രയേപി തിഷ്ഠതി ഇത് സത്ത്. ത്രികാല അബാധിത വസ്തു സത്. ഭഗവാൻ സത്താണ്, എന്നുമുള്ളതാണ്. ചിത്താണ്, ചൈതന്യമാണ്, ചേതനയാണ്, അല്ലെങ്കിൽ പ്രകാശമാണ്, ജ്ഞാനസ്വരൂപമാണ്, ബോധമാണ് എന്നൊക്കെ അർത്ഥം. ചിത്ത്. ആനന്ദം തന്നെ, സുഖസ്വരൂപം. അപ്പൊ ഭഗവാൻ സത്തും ചിത്തും ആനന്ദവുമാണ്. ഭഗവാന്റെ പേരാണ് സച്ചിദാനന്ദൻ. ഏറ്റവും ഉയർന്ന തലത്തില് ഭഗവാനെ സച്ചിദാനന്ദൻ എന്നുള്ള പേരിൽ അറിയപ്പെടുക. എന്നുമുള്ളവനായി, ജ്ഞാനസ്വരൂപമായി, ആനന്ദമായിരിക്കുന്നവൻ. ഏകം, ഒന്നു മാത്രമേ ഉള്ളൂ, പലതില്ല. അദ്വയം, രണ്ടല്ലാത്തത്, ഒന്ന് എന്നർത്ഥം. സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം. എന്താണ്? പരബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹത്വാത് ബ്രഹ്മണത്വാത് ബ്രഹ്മ ഉച്ചത്. വലുതായതുകൊണ്ട്, എങ്ങും നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിന് പേര് ബ്രഹ്മം. ഈശ്വരന്റെ ഏറ്റവും ഉയർന്ന പേരാണ് ബ്രഹ്മം. ഇവിടെ പറയുന്നു പരബ്രഹ്മം, പരമമായ ബ്രഹ്മമാണ്. നിശ്ചലം, ചലിക്കാത്തതാണ്. എന്തുകൊണ്ട് ചലിക്കുന്നില്ല? അത് ഇല്ലാത്ത ഇടമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കാൻ സാധിക്കും, മുന്നിലേക്കും പിന്നിലേക്കും വശങ്ങളിലേക്കും. കാരണം എന്താണ്? അവിടെയൊന്നും നമ്മളില്ല.
എന്നാൽ ബ്രഹ്മമാണെങ്കിലോ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെ ചലിക്കാൻ പറ്റില്ല. നിശ്ചലം സർവോപാധി നിർമുക്തം, എല്ലാ ഉപാധികളിൽ നിന്നും വേറിട്ടവനാണ്. ഉപാധികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഇപ്പൊ ഈ വെളിച്ചത്തിന് അത് പ്രകാശിക്കണമെങ്കിൽ വൈദ്യുതി വേണം. അപ്പൊ വൈദ്യുതിക്ക് ബൾബാകുന്ന ഉപാധിയിലൂടെ പ്രകടമായാൽ മാത്രമാണ് വെളിച്ചം തരാൻ പറ്റുക. അതുപോലെ ഫ്രിഡ്ജായാലും മൈക്കായാലും TV ആയാലും ഓരോന്നും ഉപാധികളാണ്. അതിലൂടെ വൈദ്യുതി പ്രകടമാകുന്നത് അതിൻ്റെ രീതിയിലാണ്. അതുപോലെ പരമാത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മം വാസ്തവത്തിൽ പ്രകടമാകുന്നത് ശരീരമനോബുദ്ധികളാകുന്ന ഉപാധികളിലാണ്. ഈ ഉപാധികളൊന്നും ഇല്ലെങ്കിലും അതിനൊരു കുഴപ്പമില്ല, അതിന് നിലനിൽപ്പുണ്ട്. അതുകൊണ്ടാണ് സർവ ഉപാധി നിർമുക്തം, അതിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ളതാണ്. സത്താ മാത്രം, സത്ത് മാത്രമായിട്ടുള്ള ഉണ്മ അല്ലെങ്കിൽ ഒരു കാലത്ത് മാറ്റമില്ലാത്ത അവസ്ഥ സത്തായിരിക്കുന്നതാണത്. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിശ്ചയിച്ചറിഞ്ഞുകൂടാ, ഇന്ന പോലെയാണെന്ന് അറിയാൻ പറ്റില്ല, അങ്ങനെ ഒരു വസ്തുവാണ് എന്ന് നിശ്ചയിച്ചാലും ഉറപ്പിച്ചാലും ഉള്ളിൽ, എവിടെ? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ശ്രീരാമനെ എന്ന് പറഞ്ഞാൽ ഈ രാമൻ ആരാണ്? പരമാത്മാവാണ്. പരമാത്മാവിനെ ഇന്ന രീതിയിലൊന്നും അറിയാനായി സാധിക്കില്ല. എന്താ? നമ്മുടെ കണ്ണുകൊണ്ട് അറിയാൻ സാധിക്കില്ല, കാതുകൊണ്ട്, അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ സാധിക്കില്ല, മനസ്സുകൊണ്ട് അറിയാൻ സാധിക്കില്ല, ബുദ്ധി കൊണ്ടറിയാൻ സാധിക്കില്ല. അതിനൊക്കെ അപ്പുറത്താണ്. അതുകൊണ്ട് ഇന്ന വിധത്തിലാണെന്നൊന്നും അറിയാൻ പറ്റാത്ത വസ്തുവാണ് ഈ രാമനെന്ന് മനസ്സിലാക്കണം. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം. നിർമ്മലം മലം അഴുക്ക്, നിർമ്മലം നിരമലം അഴുക്കില്ലാത്തത്, മാലിന്യമില്ലാത്തത്, പരിശുദ്ധമായത് എന്നർത്ഥം. നിരഞ്ജനം ഏകദേശം അതേ അർത്ഥം തന്നെ. അഞ്ജനം അഴുക്ക്, നിരഞ്ജനം അഴുക്കില്ലാത്തത്. പിന്നെ ഒരു വേറൊരു പ്രത്യേക അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിശേഷേണ രഞ്ജിപ്പിക്കുന്നത്, നന്നായി ആനന്ദിപ്പിക്കുന്നത് നിരഞ്ജനം. നിർഗുണം എല്ലാ ഗുണങ്ങൾക്കും അപ്പുറത്തുള്ള, സത്വരജസ് തമോ ഗുണങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിർഗുണം, ഒരു ഗുണവും പ്രകടിപ്പിക്കേണ്ട എന്നുള്ള അവസ്ഥ. നിർവികാരം, വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം, നിർവികാരം മാറ്റങ്ങളില്ലാത്തത്, ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ലാത്തത്. സന്മയം സത്മയമായിട്ടുള്ളത്, സത്തായിട്ട് എങ്ങും നിറഞ്ഞിരിക്കുന്നത്, ചൈതന്യമായിട്ട് ഉണ്മയായിട്ട് എങ്ങും നിറഞ്ഞിരിക്കുന്നത്. ശാന്തം ശാന്തമായിട്ടുള്ളത്. പരമാത്മാനം അതെന്താണ്? പരമാത്മാവാണ്, പരമായ ആത്മാവാണ്. സത് ആനന്ദം എപ്പോഴും ആനന്ദമാണ്. ഈ വരിയില് സത്ത് ചിത്ത് ആനന്ദം എന്നതിനെ കുറിച്ച് പറഞ്ഞു. സന്മയമാണ്, ശാന്തമാണ്, പരമാത്മാനമാണ്, സദാനന്ദമാണ്. ഇനിയോ ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ. ശ്രീരാമൻ ആരാണ്? ജന്മമില്ല, നാശമില്ല, ആദികൾ. അപ്പൊ ജനിച്ച് മരിക്കുന്നതിന് ഇടയ്ക്ക് എന്തുണ്ട്? ഒരു നിലനിൽപ്പുണ്ട്. അപ്പൊ ജന്മം, നിലനിൽപ്പ്, നാശം ഇവയൊന്നുമില്ലാത്ത വസ്തുവാണ്. ഒന്നാണ് എന്ത്? ഈ പരബ്രഹ്മം, പരമാത്മാവ്. അതാണ് ആര്? ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ എന്ന് ഈ ശ്രീരാമനെ മനസ്സിലാക്കണം. ശ്രീരാമന് ഒരു തരത്തിലുള്ള ഉണ്ടാകലോ ഇല്ലാതെ കണ്ടാവലോ ഒന്നുമില്ല. അതാണ് ശ്രീരാമൻ എന്നറിയണം. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം. സർവകാരണം എല്ലാറ്റിനും കാരണമായിട്ടുള്ളതാണ്. സർവാധാരം എല്ലാറ്റിനും ആധാരമായിട്ടുള്ളതാണ്. സർവദേവതാമയം ഈ കാണുന്ന സകല ദേവതകളായിട്ടും നിറഞ്ഞു നിൽക്കുന്ന എന്താണ്? ആ രാമൻ തന്നെയാണ്. നിർവികാരാത്മാ വികാരങ്ങളൊന്നും ഇല്ലാത്തതായ, മാറ്റങ്ങളൊന്നും ഇല്ലാത്തതായ ആത്മാ, ആ സ്വരൂപത്തോടു കൂടിയതാണ് ആര്? രാമദേവൻ എന്നറിഞ്ഞാലും ശ്രീരാമനെ അങ്ങനെ അറിയണം. ഇത്രയും ഭാഗങ്ങളിലായിട്ട് സീതാദേവി ശ്രീരാമന്റെ തത്വം എന്താണ് എന്ന് ഹനുമാന് പറഞ്ഞു കൊടുക്കണം. ഇനി തൻ്റെ തത്വം എന്താണ്, സീതാദേവിയുടെ തത്വം എന്താണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. എന്നുടെ തത്വം ഇനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. എന്നുട പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാൻ ഇവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ട് എന്നാ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. സീതാദേവി കുറച്ച് വരികളില് താൻ ആരാന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഭഗവാനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്നുടെ തത്വം, എൻ്റെ തത്വം ഞാൻ പറയാം, ഉള്ളവണ്ണം ഉള്ളതുപോലെ പറയാം.
ഞാൻ നിന്നോട് പറയാം, ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. ഞാൻ ആരാണ്? ഞാൻ മൂലപ്രകൃതിയാണ്. ആ പരമാത്മാവിന്റെ മൂലപ്രകൃതിയാണ് ഞാൻ. എന്നുടെ പതിയായ പരമാത്മാവു എൻ്റെ പതി, എൻ്റെ ഭർത്താവായുള്ള ആ പരമാത്മാവിന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാൻ ഇവ സൃഷ്ടിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ സൃഷ്ടിക്കുന്നത്. തൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം, അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം, ഞാനാണ് അവയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ എന്ത് പറ്റുന്നു? തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു. മൂഢജനം, അബുധജനം, ബുധജനം എന്നൊക്കെ പാഠഭേദം, 3 പാഠങ്ങളുണ്ട് അവിടെ. തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു, ആ സ്വരൂപത്തിൽ ഭഗവത് സ്വരൂപത്തിലേക്ക് ആക്കുന്നു. ആരെ? മൂഢജനം, അറിവില്ലാത്ത ആൾക്കാർ. അല്ലെങ്കിൽ അബുധജനം, അറിവില്ലാത്ത ആൾക്കാർ. പിന്നെ വേറൊരു പാഠഭേദം ബുധജനം എന്നാണ്. ബുധജനം എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ എന്നർത്ഥം. തൽ സാന്നിധ്യം കൊണ്ട്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ സൃഷ്ടിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെതാണെന്ന് അറിവില്ലാത്ത ആൾക്കാർ കരുതുന്നു. ഇപ്പൊ വേദാന്തത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ത്? സന്നിധി മാത്രേണ, സാന്നിധ്യം കൊണ്ട് എല്ലാം നടക്കുന്നു. അത് വേറെ ആളുകൾ ആരോപിക്കുകയാണ്. ഇവിടെ പറയാണ്, ഞാൻ പരമാത്മാവിന്റെ മൂലപ്രകൃതിയാണ്, ഞാനാണിതൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്താ ചെയ്യുക? ഇതെല്ലാം ഭഗവാനിലേക്ക് ആരോപിക്കപ്പെടുകയാണ്. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന്, തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ആ പരമാത്മസ്വരൂപത്തിന് ജനനാദികളൊന്നുമില്ല. അക്കാര്യം ആർക്കറിയുള്ളൂ? ആ സ്വരൂപത്തെ അറിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ ദേവി ഇവിടെ പറയുകയാണ്, തൻ്റെ ആ ശക്തി അല്ലെങ്കിൽ മായ എന്ന് പറഞ്ഞാൽ തൻ എന്താണ് ചെയ്യുന്നത്? പൂജ്യ ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമിജി പറയും, എങ്ങനെയാണ് ഒരു വീട്ടിലൊരു വിരുന്നുകാർ വന്നാല് ഇപ്പോൾ ഗൃഹനാഥനായാലും അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടമ്മ ഒന്ന് പുറത്തു വന്ന് എത്തി നോക്കും ആരാ വന്നതെന്ന്. അപ്പോൾ ആ കസേരയിൽ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന ഗൃഹനാഥൻ ഒന്ന് നോക്കിയാൽ വീട്ടമ്മയ്ക്ക് കാര്യം മനസ്സിലാവും. എന്താ, ഇവർക്ക് ചായ കൊടുക്കണോ, അതോ ചായയും പലഹാരം കൊടുക്കണോ, അതോ ഊണ് കൊടുക്കണോ, അതോ വെറും വെള്ളം കൊടുത്താൽ മതിയോ എന്ന് ഒറ്റ നോട്ടം കൊണ്ട് ഈ വീട്ടമ്മയ്ക്ക് മനസ്സിലാവും. ഇപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ അടുക്കളയിൽ ഇതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ചായപ്പൊടി ഉണ്ടാവില്ല, അതുപോലെ പാലുണ്ടാവില്ല, പഞ്ചസാര ഉണ്ടാവില്ല, പലഹാരം ഉണ്ടാവില്ല. അപ്പം അമ്മ എന്ത് ചെയ്യും? ആ വീട്ടിലെ കുട്ടികളെയൊക്കെ പല സ്ഥലത്ത് പല വഴിക്ക് കൊടുത്ത് ഇതൊക്കെ സംഘടിപ്പിക്കും. എന്നിട്ടോ നല്ല ചായയും പലഹാരമൊക്കെ ആ വിരുന്നുകാർക്ക് കൊടുക്കും. വിരുന്നുകാർ ഇതൊക്കെ കഴിച്ചിട്ട് എന്ത് പറയും? അയാളുടെ വീട്ടിൽ പോയാൽ എന്തൊരു സൽക്കാരമാണ്, ചായയും പലഹാരവും ഊണും കറിയും ഒക്കെ കിട്ടും എന്ന് പറയും. വാസ്തവത്തിൽ അയാളൊന്നും ചെയ്തില്ല. അയാൾ അവിടെ കിടക്കുക മാത്രമേ ചെയ്തുള്ളൂ, അത് ഇരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അയാളുടെ സാന്നിധ്യം കൊണ്ട് ആ വീട്ടമ്മയാണ് എല്ലാം ചെയ്തത്. പക്ഷെ വീട്ടമ്മയ്ക്ക് ഒരു ക്രെഡിറ്റും കിട്ടില്ല. ആരൊക്കെ ക്രെഡിറ്റ് കിട്ടുള്ളൂ? ഗൃഹനാഥനാ ക്രെഡിറ്റ് കിട്ടുക. ഇതുപോലെയാണ് എന്ത്? ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മായയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ആളുകൾ കരുതും എന്താ, ഭഗവാനാണ് ഇത് ചെയ്യുന്നത്. ഭഗവാൻ ആരാണ്? മായ ആരാണ്? താൻ ആ മായാദേവിയാണ്, ആ മൂലപ്രകൃതിയാണ് എന്ന് ഹനുമാന് പറഞ്ഞു കൊടുക്കുകയാണ് സീതാദേവിയുടെ.